നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മകൻ മരിച്ചു, എന്നാൽ അവനെ നാട്ടിൽ അന്ത്യയാത്രയാക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ വേദന വാക്കുകൾ മുഴുപ്പിക്കാനാവാതെ ആ പിതാവ് പറഞ്ഞു നിർത്തി. ഷാർജയിൽ കഴിഞ്ഞ മാസം മരിച്ച പത്തനംതിട്ട മലശ്ശേരി ചാമക്കാവിലയിൽ ജുവൽ ജെ ജോമയുടെ മൃതദേഹം ദുബായ് വിമാനത്താവളത്തിലേക്ക് അയച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പിതാവ് ജോമി ജോർജ്. മാതാവായ ജെൻസിൽ, സഹോദരങ്ങളായ ജോഹൻ, ജൂലിയൻ തുടങ്ങിയവർ നാട്ടിൽ പോകാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിൽ മുഖസേനയിലെ വീട്ടിൽ നീറുന്ന വേദന ഉള്ളിലടക്കി കഴിഞ്ഞത് പ്രവാസ ലോകം ഏറെ നൊമ്പരത്തോടെയാണ് കേട്ടത്. ഈ ഹതഭാഗ്യരായ മാതാപിതാക്കളുടെ അവസ്ഥ ആർക്കും ഉണ്ടാകരുതേ എന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. വീണ്ടും സമാനമായ രീതിയിൽ സംഭവം വിവരിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് അയക്കാൻ 7 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. മുഴുവൻ മൃതദേഹങ്ങളും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് അയച്ചു. അതിൽ ഒന്ന് 11 വയസ്സുള്ള ഒരു കുട്ടിയുടേതായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ഷാനി ദേവസ്യയുടെയും ഷീബയുടെയും മൂത്ത മകൻ ഡേവിഡിന്റേതായിരുന്നു. എംബാമിംഗ് കഴിഞ്ഞ് കൊച്ചുമകന്റെ ശരീരം പെട്ടിക്കുള്ളിൽ വച്ച് ആണിത്തറയ്ക്കുമ്പോൾ മാതാപിതാക്കളുടെ കരച്ചിൽ എനിക്കും സഹപ്രവർത്തകർക്കും സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. കുഞ്ഞു വാവയായിരുന്നപ്പോൾ ഡേവിഡിനെ ഗൾഫിൽ കൊണ്ടുവന്ന് വളർത്തി, സ്കൂളിൽ ചേർത്തു. 11 വയസ്സുവരെ മാത്രമേ ആ മാതാപിതാക്കൾക്ക് അവനെ പരിപാലിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള അവസരം ദൈവം കൊടുത്തുള്ളൂ. കുഞ്ഞു ഡേവിഡ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. മൃതദേഹം അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ നാട്ടിലേക്ക് അയച്ചു. ഇവിടെയും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പിടിവാശി മൂലം മാതാപിതാക്കൾക്ക് നാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. മകൻ നഷ്ടപ്പെട്ട വേദനയൊന്ന് അതുപോലും തന്നെ പൊന്നുമകന്റെ അന്ത്യകർമ്മം പോലും ചെയ്യാൻ ഭാഗ്യമില്ലാതെ പോകുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വേദനകളൊക്കെ നേരിൽ കാണുന്നവരാണ് പ്രവാസികളായ ഞങ്ങൾ, സാമൂഹിക പ്രവർത്തകർ. ഈ മാതാപിതാക്കളുടെ കണ്ണുനീരിന് പരിഹാരം കാണാൻ ആരോടാണ് യാചിക്കേണ്ടത്? ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാനും പൈസ പിരിവിനും വേണ്ടി വിമാനം കയറി ഇവിടെ വരുന്ന നേതാക്കളോടാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ അവർ നോമിനേറ്റ് ചെയ്യുന്ന മന്ത്രിമാരോടാണോ ഞങ്ങൾ ചോദിക്കേണ്ടത്? ഞങ്ങൾ പ്രവാസികളെ 2ാം പൗരന്മാരായി കാണുന്ന നിങ്ങളുടെ നയം തിരുത്തൂ. ഇനിയും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും, അതുറപ്പാണ്. എന്ത് പറഞ്ഞാണ് ഈ കുടുംബത്തിനെ സമാധാനപ്പെടുത്തണം എന്ന് എനിക്കറിയില്ല. എല്ലാം നേരിടാനുള്ള മനക്കരുത്ത് ദൈവം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.